പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 50% വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 20,000-ലധികം വാർഡുകളിൽ മികച്ച ഭൂരിപക്ഷം നേടിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അവരുടെ മേൽക്കൈ എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ചിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് ഉള്ളത് BJP-യാണ്. BJP-യേക്കാൾ ബഹുദൂരത്തിൽ മുന്നിൽ തന്നെയാണ് TMC എന്നത് എടുത്തു പറയേണ്ടതാണ്. CPM-ഉം കോൺഗ്രസും തൊട്ടുപിറകിലുണ്ട്. എന്താണെങ്കിലും നിലവിലത്തെ തെരഞ്ഞെടുപ്പ് മമതാ ബാനർജിക്ക് ഏറെ ഊർജ്ജം നൽകുന്നതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകുന്നു. അതോടൊപ്പം നിരവധി ആരോപണങ്ങൾ മമതാ ബാനർജിക്കും TMC-ക്കുമെതിരെ കോൺഗ്രസും BJP-യും CPM-ഉം ഒരുമിച്ച് ആരോപിക്കുകയും ചെയ്തു. എന്നാൽ അതിലൊന്നും തന്റെ രാഷ്ട്രീയത്തെ തകർക്കാനാകില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൂടിയാണ് ഇപ്പോൾ മമതാ ബാനർജി എന്നാണെങ്കിൽ നേടിയിരിക്കുന്നത്. രാവിലെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ കൃത്യമായ ലീഡ് ഓരോ വാർഡുകളിലും മമതാ ബാനർജി TMC നേടിയിരുന്നു. അത് അതേപടി നിലനിർത്തുവാനും അത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരുവാനും TMC കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എന്താണെങ്കിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരസേനയുടെയും ഒപ്പം പോലീസിന്റെയും ഒപ്പം മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വികാരി ജനറലിനെതിരെ കേസെടുത്തതിന് പിന്നാലെ സർക്കാരിനെതിരെയുള്ള നിലപാട് കടുപ്പിക്കുകയാണ് ലത്തീൻ അതിരൂപത. സർക്കാർ ഭയപ്പെടുത്തി നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന ആക്ഷേപമാണ് വികാരി ജനറൽ യൂജിൻ പെരേര ഉന്നയിക്കുന്നത്. ജനാധിപത്യ ധ്വംസനത്തിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന മുന്നറിയിപ്പും വികാരി ജനറൽ നൽകുന്നുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷം സഭയ്ക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. മത്സ്യത്തൊഴിലാളികളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മന്ത്രിമാർ മത്സ്യത്തൊഴിലാളികളോട് മാപ്പ് പറഞ്ഞ് വികാരി ജനറലിനെതിരെയുള്ള കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷവും ഒപ്പം സഭയും മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം മന്ത്രി ആന്റണി രാജു രൂക്ഷ വിമർശനവുമായി രംഗത്തുന്നു. ആന്റണി രാജു ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് കോൺഗ്രസ് ആണ് ഈ പ്രതിഷേധത്തിന് പിന്നിൽ. വലിയ ഗൂഢാലോചന കോൺഗ്രസ് നടത്തിയിട്ടുണ്ടെന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. മുതലപ്പുഴയിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട 4 മത്സ്യത്തൊഴിലാളികളിൽ 3 പേരുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറിച്ചി സ്വദേശികളായ സുരേഷ് സ്റ്റീഫൻ, ബിജു ആന്റണി എന്നീ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹമാണ് ഇന്ന് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. നാവികസേന രാവിലെ കൊച്ചിയിൽ നിന്നും എത്തി തഴമ്പള്ളി ഭാഗത്തെ പുലിമുട്ടിന് സമീപത്ത് നടത്തിയ തെരച്ചിലിലാണ് 2 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. ആദ്യം സുരേഷ് സ്റ്റീഫന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ടെട്രാപോഡുകൾക്ക് ഇടയിൽ വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു സുരേഷ് സ്റ്റീഫന്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടത്തിയ തെരച്ചിലിലാണ് സുരേഷ് സ്റ്റീഫന്റെ മൃതദേഹം കണ്ടെത്തിയതിന് തൊട്ട് സമീപത്തായി ബിജു ആന്റണിയുടെ മൃതദേഹവും കണ്ടെത്തിയത്. സുരേഷ് സ്റ്റീഫന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ബിജു ആന്റണിയുടെ സംസ്കാരം നാളെയായിരിക്കും നടക്കുക. അപകടത്തിൽപ്പെട്ട 4 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളെ സംബന്ധിച്ച് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. റോബിൻ എന്ന മത്സ്യത്തൊഴിലാളി വിവരമാണ് ലഭിക്കാനുള്ളത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാളെയായിരിക്കും ഉണ്ടാവുക. നിലവിൽ നാവികസേനയും കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏക സിവിൽ കോഡിനെതിരെ മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് ക്ഷണം ലഭിച്ചാൽ പങ്കെടുക്കുമെന്ന് ഇടതു സ്വതന്ത്ര MLA ഡോക്ടർ KT ജലീൽ. ഇതുവരെ ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടില്ല. അത്തരമൊരു ക്ഷണം ലഭിച്ചാൽ തീർച്ചയായും ഒരു പരിപാടിയിൽ സംബന്ധിക്കുമെന്നും ഇത്തരം വിഷയങ്ങളിൽ മതനിരപേക്ഷ കക്ഷികൾ ഒന്നിക്കണമെന്നും ഡോക്ടർ KT ജലീൽ റിപ്പോർട്ടർ TVയോട് വ്യക്തമാക്കി. അതേസമയം ഏക സിവിൽ കോഡിനെതിരെ CPM കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കാത്തത് ആത്മഹത്യാപരമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ഒരുക്കിയ രാഷ്ട്രീയ കെണിയിൽ മുസ്ലിം ലീഗ് വീഴുകയായിരുന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം CPM-ന്റെ സെമിനാറിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കാത്തത് ഏക സിവിൽ കോഡിനെതിരായ വിഷയത്തിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാട് ഇപ്പോഴും ഇല്ലാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലവിൽ മുസ്ലിം മതസമുദായ സംഘടനകൾക്ക് CPM-മായി അടുപ്പം വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. മധ്യസ്ഥയില്ലാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വിളിക്കാനും ബന്ധപ്പെടാനും കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്തായാലും മുസ്ലിം ലീഗിന്റെ ക്ഷണം ഔദ്യോഗികമായി ലഭിച്ചാൽ ഡോക്ടർ KT ജലീൽ ഒരു പരിപാടിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകം. PV അൻവർ MLA കൈവശം വെച്ചിരിക്കുന്ന മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ സ്വീകരിച്ച നടപടികൾ അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം വിശദമായി സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കൂടുതൽ സമയം ആവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ അപേക്ഷ ഹൈക്കോടതി തള്ളി. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് PV അൻവർ MLAയും കുടുംബാംഗങ്ങളും കൈവശം വെച്ചിരിക്കുന്ന മിച്ചഭൂമി തിരിച്ചുപിടിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള കോടതി അലക്ഷ്യ ഹർജിയിന്മേലാണ് കോടതി നടപടി. അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസ് രാജവിജയരാഘവൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. മലപ്പുറം സ്വദേശി KV ഷാജിയാണ് ഹർജി നൽകിയത്. PV അൻവർ MLAയുടെയും കുടുംബാംഗങ്ങളുടെയും കൈവശമുള്ള മിച്ചഭൂമി 6 മാസത്തിനുള്ളിൽ തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതി 2020 മാർച്ച് 20-നാണ് ഉത്തരവിട്ടത്. ഇത് നടപ്പാകാതെ വന്നതോടെ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ MLAയും കുടുംബവും കൈവശം വെക്കുന്ന പരിധിയിൽ കവിഞ്ഞ ഭൂമി 5 മാസത്തിനകം തിരിച്ചുപിടിക്കണമെന്ന് 2022 ജനുവരി 13-നും ഹൈക്കോടതി ഉത്തരവിട്ടു. ഇതിലും നടപടിയാകാത്തതിനെ തുടർന്നാണ് കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയത്. മലപ്പുറം, കോഴിക്കോട് ജില്ലാ കളക്ടർമാർ 2017-ൽ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ PV അൻവറും കുടുംബവും പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെച്ചതായി അറിയിച്ചിരുന്നു.
കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിലെ പീഡന കേസിൽ വനിതാ കമ്മീഷൻ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് നൽകാതെ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട്. ഇരയായ യുവതിയുടെ മൊഴി മാറ്റാനായി ഭീഷണിപ്പെടുത്തിയ 5 ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിയിലാണ് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. എന്നാൽ ഇത് രണ്ടാമത്തെ തവണയും സൂപ്രണ്ടിന് റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞില്ല. ഈ കഴിഞ്ഞ മാർച്ച് 18-നാണ് തൈറോയിഡ് അസുഖമായി വന്ന യുവതിയെ ICUവിൽ വെച്ച് അറ്റൻഡർ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ഈ അറ്റൻഡറെ രക്ഷിക്കാനായി 5 ജീവനക്കാർ ചേർന്ന് യുവതിയുടെ മൊഴി മാറ്റാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റാൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൊഴി മാറ്റാൻ ശ്രമിച്ചത് എന്നാണ് വനിതാ കമ്മീഷൻ പ്രധാനമായും ആരാഞ്ഞത്. മാത്രവുമല്ല, ഈ മൊഴി മാറ്റാൻ ശ്രമിച്ച് സസ്പെൻഷനിലായ ജീവനക്കാരെ പിന്നീട് തിരിച്ചെടുക്കുന്ന സാഹചര്യവുമുണ്ടായി. ഈ സാഹചര്യം എങ്ങനെയുണ്ടായി എന്നും വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു. മാത്രവുമല്ല, ICUവിൽ വെച്ച് തന്നെ എങ്ങനെ പീഡനം നടന്നു എന്നും വനിതാ കമ്മീഷൻ ആരാഞ്ഞിരുന്നു. ഈ സംഭവങ്ങളിൽ എല്ലാമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് റിപ്പോർട്ട് നൽകാൻ തയ്യാറാകാതെ ഇരിക്കുന്നത്. നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഈ മാസം ജൂലൈ 11-ന് റിപ്പോർട്ട് നൽകും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നും റിപ്പോർട്ട് നൽകിയില്ല. കണ്ണൂരിൽ നിന്നുണ്ടായ വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. പുലർച്ചെ 12:45 തോട്ടട ജംഗ്ഷനിലുണ്ടായ അപകടത്തിൽ കാഞ്ഞങ്ങാട് സ്വദേശി അഹമ്മദ് സാബിക്കും രാവിലെ 9 മണിയോടെ മട്ടന്നൂർ കമ്മാനത്തുണ്ടായ മറ്റൊരപകടത്തിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റിദാനുമാണ് മരിച്ചത്. മണിപ്പാലിൽ നിന്ന് തിരുവല്ലയിലേക്ക് പോകുകയായിരുന്ന കല്ലട ട്രാവൽസിന്റെ ബസ് 12:45 തോട്ടട ജംഗ്ഷനിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മത്സ്യവുമായി വരികയായിരുന്ന മിനി ലോറി ബസ്സിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിന് കുറുകെ മറഞ്ഞ ബസ്സിൽ യാത്രക്കാരനായിരുന്ന അഹമ്മദ് സാബിക് തൽക്ഷണം മരിച്ചു. കൂടെയുണ്ടായിരുന്ന 10 പേർക്ക് പരിക്കുണ്ട്. ഇവരിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരുടെ നില ഗുരുതരമാണ്. മുഖം വികൃതമായ സാബിക്കിനെ നാട്ടുകാരെത്തിയാണ് തിരിച്ചറിഞ്ഞത്. മട്ടന്നൂരിൽ രാവിലെ 9 മണിയോടുകൂടിയാണ് മുഹമ്മദ് റിദാന്റെ മരണത്തിനിടയാക്കിയ സംഭവം നടന്നത്. ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസ് കുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സ്കൂൾ ബസ്സിലേക്ക് കയറാനായി റിദാൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം. കൂത്തുപറമ്പ് കൈതേരിയിലുണ്ടായ മറ്റൊരു വാഹനാപകടം 10 പേർക്ക് പരിക്കേൽക്കുന്നതിനിടയായി. പോലീസിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ നിരവധി പർച്ചേസ് അഴിമതികൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ പോലീസ് നായ്ക്കളുടെ കാര്യത്തിലും അഴിമതി നടത്തിയെന്ന വിവരമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജിലൻസ് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണവും നടത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലാണ് വിജിലൻസ് ഒരുങ്ങുന്നത്. തൃശൂരിലെ ആംഡ് ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് SS സുരേഷിനെ ഇതിന്റെ ഭാഗമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസ് നായയെ വാങ്ങിയതിൽ ക്രമക്കേടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അവിടെ ചുരുങ്ങിയ വിലക്ക് വാങ്ങുന്ന നായ്ക്കളെ പിന്നീട് വലിയ വിലക്ക് വാങ്ങിയതായി കാണിച്ച് രേഖയുണ്ടാക്കുന്നു എന്ന വിവരമാണ് വിജിലൻസിൽ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് നായ്ക്കൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റിന്റെ കാര്യത്തിലും അഴിമതി കാണിച്ചിട്ടുണ്ട്. മരുന്നിൽ ക്രമക്കേട് കാണിച്ചിട്ടുണ്ട്. അതിനർത്ഥം പോലീസിന്റെ നായ്ക്കൾക്ക് കൊടുക്കുന്ന ചികിത്സയുടെ കാര്യത്തിലും ആത്മാർത്ഥതയില്ല. അതോടൊപ്പം തന്നെ പോലീസ് അക്കാദമിയിൽ 125 നായകൾക്ക് പരിശീലനം നടത്താനുള്ള സൗകര്യം ഉണ്ടായിട്ട് കൂടി കുട്ടിക്കാനം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഗുരുതരമായ വിഷയമാണ് പുറത്തുവരുന്നത്. പ്രിയ വർഗീസിന്റെ നിയമനം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് UGC സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിക്കുന്നതിന് പ്രിയ വർഗീസിന് യോഗ്യതയില്ലെന്നും പ്രിയ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണമെന്നുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഒരു അധ്യാപികയുടെ PhD കാലവും ഡെപ്യൂട്ടേഷനും അധ്യാപക പരിചയമായി കാണാൻ കഴിയുമോ എന്നതാണ് പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. ഗവേഷണവും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ പദ്ധതികളുടെ ഭാഗമാകുന്നതും അധ്യാപന പരിചയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയായിരുന്നു. ഈ ഉത്തരവിനെ തുടർന്ന് പ്രിയ വർഗീസിന് കണ്ണൂർ സർവകലാശാല മലയാളം പഠനവകുപ്പിൽ നിയമനം നൽകി. എന്നാൽ ചട്ടത്തിൽ പറയുന്ന അധ്യാപന പരിചയ കാലഘട്ടത്തിൽ പഠനേതര ജോലികൾ കണക്കാക്കാൻ കഴിയില്ല എന്നാണ് UGC കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം 2018 റെഗുലേഷൻ നിഷ്കർഷിക്കുന്ന അധ്യാപന പരിചയവും പ്രിയയ്ക്ക് ഇല്ല എന്ന് UGC പറയുന്നു. ഇപ്പോൾ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രിയ വർഗീസിന് മലയാള പഠനവകുപ്പിൽ കണ്ണൂർ സർവകലാശാല നിയമനം നൽകിയിട്ടുമുണ്ട്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കാത്തതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും സ്പീക്കറോട് കയർത്തും മുൻ സുപ്രീം കോടതി ജഡ്ജ് ജസ്റ്റിസ് മാർഗണ്ഡേ ഗഡ്ജു. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച വിജയത്തിളക്കം വേദിയിൽ വെച്ചായിരുന്നു ജസ്റ്റിസ് ഗഡ്ജുവിന്റെ രൂക്ഷ വിമർശനം. MLA അടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കൾ സാക്ഷി നിർത്തിയായിരുന്നു സ്പീക്കറോടുള്ള ജസ്റ്റിസ് ഗഡ്ജുവിന്റെ വിമർശനം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇതിന് പരിഹാരം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ജോലി രാജിവെച്ച് വീട്ടിലേക്ക് പോകണമെന്നും ജസ്റ്റിസ് ഗഡ്ജു ആവശ്യപ്പെട്ടു.
സമാനമായ രീതിയിൽ തന്നെ തുടർച്ചയായി വിമർശനം ഉന്നയിച്ച ജസ്റ്റിസ് കഡ്ജു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർക്കെതിരെ രംഗത്ത് വരുമെന്നും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി തന്നെ പങ്കാളിത്തം വഹിക്കുമെന്നും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കുട്ടികളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. ഡോക്ടർമാരും എഞ്ചിനീയറും ആവേണ്ട വിദ്യാർത്ഥികളുടെ ജീവിതം സർക്കാർ തകർക്കുകയാണെന്നും ജസ്റ്റിസ് കഡ്ജു വിമർശനം ഉന്നയിച്ചു. മലപ്പുറം ജില്ലയിൽ മാത്രം 25,000-ഓളം വിദ്യാർത്ഥികൾക്ക് ഇനിയും സീറ്റുകൾ ലഭിക്കാനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. 3ാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായപ്പോഴും എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളടക്കം പലരും സീറ്റുകൾ ലഭിക്കാതെ പുറത്താണ്. അഡ്മിഷൻ ലഭിച്ച പല വിദ്യാർത്ഥികൾക്കാവട്ടെ ഇഷ്ടപ്പെട്ട വിഷയമോ ഇഷ്ടപ്പെട്ട വിദ്യാലയമോ ലഭിച്ചിട്ടുമില്ല. മലബാറിലെ +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ DDE ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധ സമരം സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള താമരശ്ശേരി പോലീസിന്റെ ശ്രമം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്നതിലേക്ക് കാര്യങ്ങളെത്തിച്ചു. വനിതാ പോലീസുകാരിയടക്കം 2 പേർക്ക് സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ CPOമാരായ ഷക്കീല, ഷാജിമോൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നാലെയാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്ത 40 പേർക്കെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തത്. പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാവുന്ന 23 പേരുൾപ്പെടെ 40 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങി വിവിധ വകുപ്പുകളാണ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചുമത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഓൺലൈൻ അംഗത്വ വിതരണത്തിനെതിരെ പരാതിയുമായി മുസ്ലിം ലീഗ്. കോഴിക്കോട് അരിക്കുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് പരാതി പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും യൂത്ത് ലീഗ് പ്രവർത്തകരുടെയും വീടുകൾ കയറി അംഗത്വ വിതരണം നടത്തുകയും വോട്ട് ശേഖരിക്കുന്നുവെന്നാണ് പരാതി. ഈ പരാതി രേഖാമൂലം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയെങ്കിലും അത് അവഗണിച്ചെന്നാണ് മുസ്ലിം ലീഗിന്റെ ആക്ഷേപം. അതിന്റെ അടിസ്ഥാനത്തിൽ അരിക്കുളം പഞ്ചായത്തിലെ UDF മുന്നണിയിൽ നിന്ന് പുറത്തു പോകാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചു. ആ മുന്നണിയിലുള്ള എല്ലാ സ്ഥാനമാനങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാക്കൾ രാജിവെച്ചു കഴിഞ്ഞു. പക്ഷേ യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നു, കോഴിക്കോട് ജില്ലയിൽ അരിക്കുളത്ത് മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ വീട് കയറി ഇറങ്ങി വോട്ട് പിടിക്കുന്നു, അംഗത്വ വിതരണം നടത്തുന്നു എന്നൊരു ആരോപണം യൂത്ത് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരമാണ് യൂത്ത് കോൺഗ്രസിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാശിയേറെ മത്സരം നടക്കുന്നതുകൊണ്ട് പരമാവധി അംഗത്വം വിതരണം നടത്തുകയും ഒപ്പം തന്നെ വോട്ട് ശേഖരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇത് തള്ളിക്കളയുന്നു. കാരണം 18 വയസ്സിനും 35 വയസ്സിന് ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഇതിൽ അംഗത്വം എടുക്കാൻ വേണ്ടി കഴിയുക. അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വവും പ്രാദേശിക നേതൃത്വവും പറയുന്നത്. ആരെയും നിർബന്ധിച്ച് അംഗത്വ വിതരണത്തിൽ പങ്കാളികളാക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. സംസ്ഥാന യൂത്ത് കോൺഗ്രസിലെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപക പരാതി. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സംഘടനയുടെ ചട്ടപ്രകാരമല്ലെന്ന് കാണിച്ച് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നൽകിയ പരാതി കോഴിക്കോട് ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായ വോട്ടർ പട്ടിക ഇല്ലാതെയാണെന്നും സംഘടനാ ചട്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്താൻ കൃത്യമായ വോട്ടർ പട്ടിക വേണമെന്നുമാണ് പരാതിയിൽ പറയുന്നത്. നിലവിൽ ഓൺലൈൻ അംഗത്വവും ഓൺലൈൻ വോട്ടിംഗുമാണ് നടക്കുന്നത്. ഈ ഓൺലൈൻ വോട്ടിങ്ങിനെ കുറിച്ചും ഓൺലൈൻ അംഗത്വ രജിസ്ട്രേഷനെ കുറിച്ചും സംഘടനയ്ക്കും ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സംഘടനയ്ക്ക് പുറത്തുള്ള വ്യക്തികളെയും അനധികൃതമായി ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന പരാതിയും സംഘടനാ തലത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ജില്ലാതലത്തിലേക്ക് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികൾക്ക് ക്രൈറ്റീരിയ നിശ്ചയിക്കാത്തതിലും ഇത് 50 രൂപ നിരക്കിൽ വാങ്ങിയ അംഗത്വം ആർക്കെടുക്കാവുന്ന അവസ്ഥയെക്കുറിച്ചും സംഘടനയ്ക്ക് അകത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് കാണിച്ചാണ് ഇപ്പോൾ കോഴിക്കോട് കിണാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഷഹബാസ് ജില്ലാ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. കലാപം രൂക്ഷമായ മണിപ്പൂർ സന്ദർശിച്ച CPI നേതാവ് ആനി രാജയുടെ നേതൃത്വത്തിലുള്ള വസ്തുതാ അന്വേഷണ സമിതിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. മണിപ്പൂരിലേത് സർക്കാർ സ്പോൺസേഡ് കലാപമാണെന്ന് ആരോപിച്ചതിനാണ് കേസ്. ലിബൻ എന്നയാളുടെ പരാതിയിൽ ഇൻഫാൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വുമൻസ് ജനറൽ സെക്രട്ടറി കൂടിയായ ആനി രാജയ്ക്ക് പുറമെ ദേശീയ സെക്രട്ടറി നിഷ സിദ്ധു, ഡൽഹിയിലെ പ്രമുഖ അഭിഭാഷക ദീക്ഷ ദ്വിവേദി എന്നിവർക്കെതിരെയാണ് കേസ്. ജൂൺ 28 മുതൽ ജൂലൈ 1 വരെയാണ് ആനി രാജയും സംഘവും മണിപ്പൂർ സന്ദർശിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആനി രാജ പറഞ്ഞു. ഒപ്പം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. കേസിൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും കെട്ടിച്ചമച്ചതാണ്. തങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ഹനിക്കുന്നതിനുള്ള ശ്രമമാണ് കേസെന്ന് ആനി രാജ പറഞ്ഞു. കേസിൽ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാർ കൂടി പങ്കാളിയായ രഹസ്യ അജണ്ട മണിപ്പൂരിൽ നടപ്പാക്കുന്നുവെന്നും അവർ ആരോപിച്ചു. രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് എടുത്തിരിക്കുന്നത്.
ഡി ഡയറക്ടർ സഞ്ജയ് കുമാറിന്റെ കാലാവധി 3ാം തവണയും നീട്ടി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി സുപ്രീംകോടതി റദ്ദാക്കി. ഹർജിയിലെ വാദങ്ങൾ പരിഗണിച്ച കോടതി 15 ദിവസത്തിനകം പുതിയ ഡി ഡയറക്ടറെ നിയമിക്കണമെന്ന നിർദ്ദേശവും നൽകി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 31 വരെ എസ് കെ മിശ്രയ്ക്ക് തുടരാം. സുപ്രീംകോടതി വിധി ഉണ്ടായിട്ടും എസ് കെ മിശ്രയ്ക്ക് കാലാവധി നീട്ടി നൽകിയത് നിയമവിരുദ്ധമാണെന്ന വിധി പ്രസ്താവത്തിൽ കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ BR ഗവായ്, വിക്രംനാഥ്, സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് മിശ്രയുടെ നിയമനത്തെയും കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമത്തിലെ സമീപകാല ഭേദഗതിയെയും ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ചത്. കോൺഗ്രസ് നേതാക്കളായ ജയ ഠാക്കൂർ, രൺദീപ് സിംഗ് സുർജേവാല, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര, പാർട്ടി വക്താവ് സാകേത് ഗോഖലെ എന്നിവരാണ് ഹർജി നൽകിയിരുന്നത്. ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെയും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നിയമത്തിലെയും ഭേദഗതികൾ സുപ്രീംകോടതി ശരിവെക്കുകയും ചെയ്തു. നിയമനിർമ്മാണത്തിൽ ജുഡീഷ്യൽ അവലോകനത്തിന്റെ വ്യാപ്തി വളരെ പരിമിതമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉത്തരേന്ത്യൻ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 42ആയി. ഹിമാചലിൽ ഇതുവരെ 4000 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്ക്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പഞ്ചാബിൽ 50 ഗ്രാമങ്ങളിലുള്ളവരെ ഒഴിപ്പിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സൈന്യത്തെയും NDRFനെയും വിന്യസിച്ചു. ഹിമാചൽ പ്രദേശിലെ മഴക്കെടുതിയിൽ 2 ദിവസത്തിനിടെ 21 പേർ മരിച്ചു. മാണ്ടിയിൽ കരകവിഞ്ഞൊഴുകുന്ന ബിയാസ് നദിയുടെ തീരത്തെ 113 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മണാലിയിൽ നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ട്രാൻസ്ഫോർമറുകളുടെയും ജലവിതരണ പദ്ധതികളുടെയും പ്രവർത്തനം നിലച്ചു. ട്രെയിൻ, വിമാന സർവീസുകൾ സ്തംഭിച്ചു. ഉത്തരാഖണ്ഡിൽ ജോഷിമഠ് മലരി ഹൈവേയിലെ ജുമയിലെ പാലം ഒലിച്ചുപോയി. നീതിവാലി പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഗംഗോത്രി ഹൈവേയിൽ മണ്ണിടിച്ചിലും ഗംഗാനദിക്ക് സമീപം ഉരുൾപൊട്ടലുമുണ്ടായി. 4 പേർ മരിച്ചു. കാണാതായവർക്കായി മണ്ണിനടിയിൽ തെരച്ചിൽ തുടരുന്നു. യമുന നദി അപകടനില പിന്നിട്ടു. യമുന നദിയുടെ പോഷക നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. മഴക്കെടുതിയെ തുടർന്ന് 17 ട്രെയിനുകൾ നോർത്തേൺ റെയിൽവേ റദ്ദാക്കി. 12 ട്രെയിനുകൾ വഴി തിരിച്ചുവിട്ടു. ഡൽഹി ചണ്ഡീഗഡ് ദേശീയപാത 1 അടച്ചു. ഹരിയാനയിൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന നടപടികൾ ഊർജിതമാക്കി. മിന്നൽ പ്രളയമുണ്ടായ ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളായ യുവ ഡോക്ടർമാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. റോഡ് ഗതാഗതവും പാലങ്ങളും അടക്കം തകർന്നതുകൊണ്ട് തന്നെയാണ് ഇവരെ തിരികെ എത്തിക്കാൻ കഴിയാതെ പോകുന്നത്. ഇവരുമായുള്ള ആശയവിനിമയവും പ്രതിസന്ധിയിലാണ്. ഫോണിൽ ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് നിലവിൽ ഇവരുമായുള്ള ആശയവിനിമയം നടക്കുന്നത്. മണാലിയിലെ ഹഡിംബ ക്ഷേത്രത്തിന് സമീപത്തെ ഹോട്ടലിലും PWD ഗസ്റ്റ് ഹൌസിലുമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 27 അംഗ ഡോക്ടർമാരുള്ളത്. മണാലിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ഖീർഗംഗയിലാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ 18 അംഗ സംഘം ഉള്ളത്. മണാലിക്കും ഖീർഗംഗയ്ക്കും ഇടയിൽ 3 പാലങ്ങളാണ് ഒലിച്ചുപോയത്. സൈന്യത്തിന്റെ സഹായം തേടുകയോ ഗതാഗതം പുനഃസ്ഥാപിക്കുകയോ ചെയ്യാതെ ഇവരെ തിരികെ എത്തിക്കാൻ സാധ്യമല്ല. മലപ്പുറത്തു നിന്നുള്ള ഒരു സംഘവും ഹിമാചൽ പ്രദേശിന്റെ വിവിധ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരുമായി ആശയവിനിമയം നടത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മലയാളികൾ സംഘങ്ങളായും ഒറ്റക്കും ഹിമാചൽ പ്രദേശിന്റെ വിവിധ മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 3 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അത് ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിതമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യാനും സാധ്യതയുണ്ടെന്നാണ് നിലവിൽ മുന്നറിയിപ്പിലുള്ളത്. പ്രധാനമായും കേരളത്തിന്റെ തീരദേശ മേഖലകൾക്ക് ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. കടലാക്രമണ ഭീഷണിയും ഒപ്പം ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിലുണ്ട്. 1.5 മീറ്റർ ഉയരമുള്ള തിരമാലകൾക്കാണ് സാധ്യതയുള്ളത്. ഒപ്പം മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിലുണ്ട്. ബീച്ചിലേക്ക് ഇറങ്ങുന്നവർ ഒപ്പം കടലിലേക്ക് വിനോദ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിന് അടക്കം വിലക്ക് നിലനിൽക്കുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കില്ല. ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയുണ്ട്. ഇത്തരത്തിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. ഇന്ന് വൈകുന്നേരം 3:30 ഞങ്ങൾ സംപ്രേഷണം ചെയ്ത 1 മിനിറ്റിൽ ഒരു വാർത്ത എന്ന പരിപാടിയിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി എന്ന രീതിയിൽ എഴുതി കാണിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് പറ്റിയ ഒരു സാങ്കേതിക പിഴവാണ്. പ്രേക്ഷകർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെയും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ജില്ലയിൽ ഇന്ന് പൊതുവെ മഴയുടെ ശക്തി തീരെ കുറവായിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടവിട്ടിടവിട്ട് മാത്രമാണ് മഴ പെയ്തത്. ജില്ലയിൽ അടുത്ത 3 ദിവസത്തേക്ക് കൂടി യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീരദേശ പ്രദേശത്തുള്ളവരോട് ജാഗ്രത കൈവെടിയരുതെന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശത്ത് ജീവിക്കുന്നവരോട് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകുന്നുണ്ട്. ജില്ലയിൽ കഴിഞ്ഞ 10 ദിവസമായി പെയ്ത മഴയിൽ ഏകദേശം 2 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്.
2 ഹെക്ടർ ഭൂമി കൃഷിഭൂമിയും നാശനഷ്ടത്തിന് വിധേയമായിട്ടുണ്ട്. അതിനു പുറമെ KSEBയുടെ 72 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 485 ലോ ടെൻഷൻ പോസ്റ്റുകളുമാണ് കടുത്ത മഴയിലും കാറ്റിലും നശിച്ചിട്ടുള്ളത്. വലിയ രീതിയിൽ നാശനഷ്ടമാണ് ജില്ലയിൽ പൊതുവെ കണക്കാക്കുകയും ചെയ്യുന്നത്. തക്കാളിയുടെ വില 100-ന് മുകളിൽ തന്നെയാണ്. ഇന്നലെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും 120, 130, 150 രൂപയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഹോർട്ടികോർപ്പിലെ ഇന്നലത്തെ തക്കാളിയുടെ വില 115 സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും പല വിലയാണ് ഈടാക്കുന്നത്. നേരിയ കുറവ് തക്കാളിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ 10 രൂപക്കൊക്കെ കിട്ടിയ തക്കാളിയാണ് വളരെ പെട്ടെന്ന് 100-ലേക്കും 120-ലേക്കും 150-ലേക്കും വരെ എത്തുന്ന ചിത്രമുണ്ടായത്. തക്കാളിക്ക് മാത്രമല്ല, ചെറിയ ഉള്ളിയുടെ ഇന്നത്തെ ചാല മാർക്കറ്റിലെ വില 180 രൂപയാണ്. ഇഞ്ചിയാണ് വലിയ വിലയിലേക്ക് കുതിക്കുന്നത്. ഇഞ്ചിക്ക് 280 രൂപയാണ് ഇന്നത്തെ വില. അതോടൊപ്പം തന്നെ ബീൻസിനും വില സെഞ്ചുറി കടന്നിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇതേ രീതിയിൽ തന്നെ പച്ചക്കറി വില തുടരുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ സാധനങ്ങളിൽ ഉണ്ടായ വിലക്കയറ്റമാണ് പ്രധാനമായും ഇവിടുത്തെ വില കൂടാനും കാരണമായത്. അതോടൊപ്പം തന്നെ ഹൊസൂരിൽ തക്കാളിക്കുണ്ടായ ക്ഷാമവും ഈ രീതിയിൽ വിലക്കയറ്റത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. 166 കിലോഗ്രാം കഞ്ചാവുമായി 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി. പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി റോട്ടിൽ വെച്ചാണ് വയനാട് മുട്ടിൽ സ്വദേശിയായ മുഹമ്മദ് ഷാഫി, ചെറുപ്പുളശ്ശേരി കൈലിയാട് സ്വദേശി കുന്നപ്പള്ളി മുഹമ്മദ് അസർഫ് എന്നിവരെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന കർണാടക രജിസ്ട്രേഷനുള്ള ആഡംബര വാഹനത്തിൽ നിന്നാണ് 166 കിലോഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തത്. മുഹമ്മദ് ഷാഫിയും അസർഫും വിവിധ കേസുകളിൽ നേരത്തെ തന്നെ പ്രതിയാണ്. കൊലപാതക കേസ്, അതുപോലെ തന്നെ ലഹരി പാർട്ടി കേസ്, കഞ്ചാവ് കടത്ത് കേസ് ഉൾപ്പെടെ വിവിധ കേസുകൾ ഇരുവർക്കെതിരെയും നിലവിലുണ്ട്. ഇരുവരും വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് മലബാറിൽ വിപണനം നടത്തുന്ന സംഘത്തിലെ പ്രധാനികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. മലബാറിലെ വിവിധ കേന്ദ്രങ്ങളിൽ കഞ്ചാവ് എത്തിച്ച് സംഭരിക്കുകയും പിന്നീട് ഏജന്റുമാർ മുഖേന ചെറിയ പൊതികളിലാക്കി വിവിധ മേഖലകളിൽ വിതരണം ചെയ്യുകയായിരുന്നു എന്നും പോലീസ് പറയുന്നു. 2 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. UAEയിൽ ഗതാഗത നിയമലംഘനങ്ങൾക്കെതിരെ നടപടി കൂടുതൽ ശക്തമാക്കുകയാണ്. വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, കാൽനട യാത്രക്കാരും ഗതാഗത നിയമങ്ങൾ ലംഘിച്ചാൽ നടപടി നേരിടേണ്ടി വരും. അതായത് റോഡിൽ അനുവദിക്കപ്പെട്ട സ്ഥലത്തിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടന്നാൽ 400 ദിർഹം പിഴയടക്കേണ്ടി വരും. ഷാർജ പോലീസാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അനുവദിക്കപ്പെട്ട സ്ഥലത്തിലൂടെ അല്ലാതെയുള്ള റോഡ് മുറിച്ചു കടക്കൽ അപകടങ്ങൾക്കും മരണങ്ങൾക്കും കാരണമാകുമെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ റോഡ് മുറിച്ചു കടക്കൽ നടത്തിയതിലൂടെ മരണമടഞ്ഞവരുടെ വിവരങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പോലീസ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഷാർജ എമിറേറ്റ് മാത്രമല്ല, UAEയിലെ മറ്റ് വിവിധ എമിറേറ്റുകളും ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അടുത്തിടെ ദുബായിൽ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ വലിയ തോതിൽ ഉയർത്തിയിരുന്നു. അതായത് ഗുരുതരമായ ഗതാഗത നിയമലംഘനങ്ങൾക്ക് 1 ലക്ഷം ദിർഹം വരെ പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ് ദുബായിലെ പുതിയ നിയമം. ഉക്രൈന്റെ നാറ്റോ പ്രവേശനം പ്രധാന അജണ്ടയാവുന്ന 33ാമത് നാറ്റോ സമ്മേളനം ലിത്വാനിയയുടെ തലസ്ഥാനമായ വിൽനിയസിൽ പുരോഗമിക്കുന്നു. ഉച്ചകോടിയുടെ പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചു. ഉക്രൈന് നാറ്റോ അംഗത്വം ലഭിക്കുമെന്ന പ്രതീക്ഷ ഇന്നലെയും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പങ്കുവച്ചിരുന്നു. അതേസമയം യുദ്ധം അവസാനിക്കുന്നതുവരെ ഉക്രൈന് അംഗത്വം നൽകേണ്ടതില്ല എന്നതാണ് സഖ്യത്തിന്റെ പൊതുവികാരമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ടർക്കിഷ് പ്രസിഡന്റ് ടൈപ്പ് എർദോഗൻ, ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് അടക്കം സഖ്യരാജ്യത്തലവന്മാർ പ്രമുഖന്മാരെല്ലാം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വീഡന്റെ നാറ്റോ പ്രവേശനത്തിന് പിന്തുണയ്ക്കാമെന്ന് തുർക്കി ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു. നാറ്റോ ജനറൽ സെക്രട്ടറി ജെൻ സ്റ്റോളൻബർഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സന്റെ തുർക്കി പ്രസിഡന്റ് തായിപ്പ് എർദോഗനുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ഇത്തരമൊരു തീരുമാനമുണ്ടായത്. ഇതോടെ സ്വീഡന്റെ സഖ്യപ്രവേശനം സംബന്ധിച്ചും ഉച്ചകോടിയിൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. നാറ്റോയുടെ അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കുമെന്നത് സംബന്ധിച്ച് ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയിൽ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതോടെ 1 മിനിറ്റിൽ ഒരു വാർത്ത അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ. 2ാം മത്സരത്തിൽ 8 റൺസിനാണ് ഇന്ത്യയുടെ ജയം. 96 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 87 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യക്ക് വേണ്ടി ദീപ്തി ശർമ്മയും ഷെഫാലി വർമ്മയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 95 റൺസ് എടുത്തത്. 19 റൺസ് എടുത്ത ഷെഫാലി വർമ്മയാണ് ടോപ്പ് സ്കോറർ. ആദ്യ മത്സരത്തിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചിരുന്നു. തുടരെ 2ാം മത്സരത്തിലും മലയാളി താരം മിന്നു മണി തിളങ്ങി. 4 ഓവറിൽ വെറും 9 റൺസ് വഴങ്ങിയ മിന്നു മണി 2
വിക്കറ്റ് വീഴ്ത്തി. ഷമീമ സുൽത്താന, റിതു മോണി എന്നിവരുടെ വിക്കറ്റാണ് മിന്നു വീഴ്ത്തിയത്. 2.25 എക്കോണമി റേറ്റ്. ഇന്ത്യൻ ബോളർമാരിൽ കുറഞ്ഞ എക്കോണമി റേറ്റ് മിന്നുവിനാണ്. മിന്നുവിന്റെ പ്രകടനം ഇന്ത്യൻ ജയത്തിൽ നിർണായകമായി. ആദ്യ മത്സരത്തിൽ മിന്നു ഒരു വിക്കറ്റ് നേടിയിരുന്നു. ഇതാദ്യമായി മിന്നുമണിക്ക് ഇന്ത്യൻ ജേഴ്സിയിൽ ബാറ്റിംഗിനും അവസരം ലഭിച്ചു. 3 പന്ത് നേരിട്ട മിന്നു 5 റൺസുമായി പുറത്താകാതെ നിന്നു. ഇതിൽ ഒരു ബൗണ്ടറിയും ഉൾപ്പെടും. പരമ്പരയിൽ 3 മത്സരങ്ങളാണുള്ളത്. 3-ാം മത്സരവും ജയിച്ച് പരമ്പര വൈറ്റ് വാഷ് ചെയ്യുക എന്നതാകും ഇനി ഇന്ത്യയുടെ ലക്ഷ്യം. 3-ാം മത്സരം വ്യാഴാഴ്ച നടക്കും.